വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനൊരു സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കട്ട്ലേറ്റ് ആണ്, മുട്ട കട്ട്ലേറ്റ്. ഇപ്പോൾ നോമ്പൊക്കെ വരുന്നില്ലേ, അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതുപോലെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇടാൻ ശ്രമിക്കാം. ഇത് വളരെ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് പേര് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഉണ്ടാക്കാത്തവരുണ്ടാവും അല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. 2 ദിവസത്തിന് മുമ്പിട്ടുണ്ടായിരുന്ന പനീർ കുറച്ച് പേര് ഉണ്ടാക്കി നോക്കി എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ കാണാത്തവരും ഉണ്ടാക്കാത്തവരുണ്ട്. അപ്പോൾ അവർ ഉണ്ടാക്കി നോക്കാനും ഫോട്ടോസ് അയച്ചിടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് മുട്ട കട്ട്ലേറ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുട്ട വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട കട്ട്ലേറ്റ് എന്ന് പറയാം, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷേപ്പ് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മുട്ട കബാബ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 2 പൊട്ടറ്റോ, 2 വലിയ ഉരുളക്കിഴങ്ങ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചു വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ ഉടയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് നന്നായിട്ട് നല്ല മാഷ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കാരണം കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലിട്ടു, അല്പം വെള്ളം ഒഴിച്ചു, അടച്ചു വെച്ചു. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുക കുക്കർ. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ചൂടോടുകൂടി തന്നെ അതിന് തൊലി കളഞ്ഞ് ജസ്റ്റ് നന്നായിട്ട് മാഷ് ചെയ്ത് വെക്കുക. മാഷ് ചെയ്യുമ്പോൾ ചൂടുണ്ടാവും, അതുകൊണ്ട് ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ആദ്യം തന്നെ മാഷ് ചെയ്യുക. അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ചൂടോടുകൂടി ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അതേസമയം ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് കല്ല് പോലെ വരും. അപ്പോൾ അതിനേക്കാൾ ഈസി എപ്പോഴും ചൂടോടുകൂടി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. 2 പൊട്ടറ്റോ നമുക്ക് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ മാഷ് ചെയ്ത് ഉടച്ച് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയുടെ അളവാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയാണിത്. അപ്പോൾ ഞാൻ എങ്ങനെ മുട്ട പുഴുങ്ങാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും. അത്യാവശ്യം വെള്ളം എടുക്കുക, ഒരു പാത്രത്തിൽ, കുഴിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റോളം വരെ നന്നായി കുക്ക് ചെയ്യുക. അതിനുശേഷം പച്ചവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടയുടെ തൊലി ഒലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയാണത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് വേണ്ടി നമുക്കൊരു കടായി വെക്കുക. അതൊന്ന് ചൂടാവട്ടെ. കടായിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഞാനേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം എപ്പോഴും എണ്ണയുടെ ചൂട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ചെറിയ സവാള വളരെ നൈസാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസിലോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഉപ്പ് ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നിന്നല്ല, ഏത് കറിയിലാണെങ്കിലും ഉപ്പ് നമ്മൾ സൂക്ഷിച്ചിടുക. എന്നിട്ട് നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി ഇത് വഴണ്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന വരെ വഴറ്റാൻ മറക്കരുത്. എങ്കിലാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് സമയത്തൊക്കെ ഒരുപാട് ഡിഷ് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ വെറൈറ്റീസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതായിരിക്കും പലരും, പക്ഷേ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ രീതിയിൽ ചെയ്ത് നോക്കൂ. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. കറിവേപ്പില ഇടുന്നുണ്ടെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. മൊത്തത്തിൽ ഇലയായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ ചിലർക്ക് കറിവേപ്പില ഇഷ്ടം ഉണ്ടാവില്ല. ഇങ്ങനെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പില ഇടാറില്ല. പക്ഷേ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെറിയ ഗോൾഡൻ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സവാളയ്ക്കൊക്കെ. ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതെ, അപ്പോൾ നമ്മുടെ സവാള ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് മതി. ഇനി തീ കുറയ്ക്കുക. സിമ്മിലോട്ട് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പൊടികൾ വളരെ കുറച്ച് എമൗണ്ടിൽ ചേർത്ത് കൊടുക്കാനും പാടുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. അതും ഞാൻ ഒരു 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ കേട്ടോ. കാരണം പച്ചമുളക് 3 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് ഞാൻ മുളക് പൊടിയുടെ അളവ് കുറച്ചു. അപ്പോൾ അതായത് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ഒന്നുമല്ല. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്.
മല്ലിപ്പൊടി ഒരുപാടൊന്നും ചേർക്കാൻ പാടില്ല. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറിപ്പോകും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മാത്രം ഇടുക. അത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ആണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കുക. അതായത് ഞാൻ ഇനി തീ ഒന്ന് കൂട്ടി വയ്ക്കാം. അതായത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 1 മിനിറ്റോളം അങ്ങ് മിക്സ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ പൊടികളെല്ലാം കരിഞ്ഞു പോവുകയും അപ്പോൾ ഒരു കയ്പ്രസം വരും. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മല്ലിയുടെ ഇലയാണ്. കുറച്ച് മാത്രം, ഒരുപാടൊന്നും ഇടുന്നില്ല. മല്ലിയുടെ ഇല ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചിലർ ഇതിൽ പുതിനയില ഇടും. ഞാൻ പുതിന ഇടാറില്ല. അതിന് ഒരല്പം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ പിള്ളേർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തുക. പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇലകളൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ തക്കാളി ചേർക്കില്ല കേട്ടോ. തക്കാളി ചേർക്കാറില്ല. ഇനി ഇതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അത് മാഷ് നല്ല സോഫ്റ്റ് ആയിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നേക്കാളും മുൻപായിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അതിൽ ഉടയാത്ത കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഉപ്പ് നമ്മൾ സവാളയിൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പൊട്ടറ്റോ കുക്ക് ചെയ്തപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. തണുത്ത് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ശരിക്കും അറിയാൻ പറ്റുന്നത് കേട്ടോ ഉപ്പിൻ്റെ കാര്യമൊക്കെ. അതുകൊണ്ട് ഇതിലത്തെ ആ വെള്ളത്തിൻ്റെ അംശം കുറച്ചും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിത് അങ്ങെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്ന് ഒന്ന് കുക്കായിക്കോട്ടെ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു 2 നുള്ളും കൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയുടെ സ്മെല്ല് ഇച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട്. കാരണം ഈ കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഗരം മസാല വേണം. അത് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും ഇടണ്ട. ഞാൻ 2 നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. 1/2 ടീസ്പൂൺ പ്ലസ് 2 നുള്ളു കേട്ടോ. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്തുക. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഏതിൻ്റെയൊക്കെ നമ്മൾ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ ചെയ്യുന്ന രീതികൾ കുറച്ച് മാറ്റങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണിത്. പണ്ട് ഞാൻ ടേസ്റ്റ് ഓഫ് കേരള കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മുട്ട കബാബ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ടായിരുന്നത് TV-യിൽ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ പ്രത്യേകിച്ചും ഈ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണത്. ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. വെള്ളം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും കുറച്ച് വെള്ളം ഉണ്ട്. അത് ഉരുട്ടാൻ പറ്റണം കറക്റ്റായിട്ട് കയ്യിലെടുത്തിട്ട്. ഇത് കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പാത്രത്തിലൊന്നും പിടിക്കാണ്ട് ഇങ്ങനെ വിട്ട് വരും. നമ്മുടെ പൊട്ടറ്റോ ക്യാപ്സിക്കം മസാലയിൽ ഞാൻ പറഞ്ഞിരുന്നില്ല, അതുപോലെ തന്നെ ഈ പാത്രത്തിലൊന്നും പിടിക്കില്ല. എല്ലാം വിട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതിനർത്ഥം ഇതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ടെന്നാണ്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. കറക്റ്റായിട്ട് വിട്ടണ്ട, ഒന്നും പിടിക്കുന്നില്ല പാത്രത്തിൽ, ഇങ്ങനെ ഉരുണ്ട് വരികയാണ്. അപ്പോൾ മതി, ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം ബാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട മുറിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട മുറിച്ചും ഉണ്ടാക്കാം, മുറിക്കാതെ ഉണ്ടാക്കാം. ഞാനിവിടെ മുറിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും ഇത് വേണമെങ്കിൽ 2 കഷ്ണമാക്കി മുറിക്കാം, അതേസമയം 4 കഷ്ണമായിട്ട് മുറിക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുട്ടനെ 4 കഷ്ണമായിട്ട് മുറിക്കാനാണ്. അപ്പോൾ ചെറിയ കട്ട്ലേറ്റ് ആയിട്ട് ചെയ്യായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നാറുള്ളത്. കാരണം മൊത്തത്തിലൊരു മുട്ട എടുക്കുകയാണെങ്കിൽ ഒരുപാട് മസാല നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ എണ്ണ നമുക്ക് കുറേ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ എപ്പോഴും നല്ലത് ചെറിയ പീസസ് ആയിട്ട് മുറിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടി മുട്ട മുറിക്കാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഇത് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് മുട്ട പുഴുങ്ങി ഇതേപോലെ തൊലി കളഞ്ഞ് പുറത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊന്ന് ഹാർഡായിട്ടുണ്ട്, അതിലത്തെ ഉണ്ണിയൊക്കെ നല്ല കട്ടിയായിട്ടുണ്ടാവും, മനസ്സിലായോ? അതേസമയം നമ്മൾ ചൂടോടുകൂടി മുട്ട മുറിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് പൊടിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മാത്രമല്ല നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിങ്ങോട്ട് മുട്ട മുറിക്കുക. അപ്പോൾ ഒട്ടും പൊടിയാണ് നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലായിട്ട് തന്നെ മുട്ട അങ്ങനെ തന്നെ പൊതിഞ്ഞ് വറുത്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹാഫായിട്ട് മുറിക്കാം, അതല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ തന്നെ ക്വാർട്ടറായിട്ട് മുറിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു മുട്ട എടുക്കുക, മുറിക്കുക. നടുവിലങ്ങനെ മുറുക്കി പിടിച്ചോ. ഹാഫായിട്ട് മുറിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്കിതിന് ഹാഫായിട്ട് മുറിക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ ഒന്നും കൂടെ മുറിക്കാം. അപ്പോൾ എനിക്ക് അത് കുറച്ചും കൂടെ 4ആയിട്ട് മുറിക്കാനാണ് എനിക്കിഷ്ടം തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 4ആയിട്ട് മുറിക്കുന്നത്. കണ്ടോ, ഒരു കഷ്ണമായി അങ്ങനെ ഇതും ഇതുപോലെ തന്നെ മുറിക്കുക. ബാക്കി 2 മുട്ട ഇതുപോലെ തന്നെ അങ്ങ് മുറിക്കുക. അപ്പോൾ ഷാർപ്പായ നൈഫായിരിക്കണം, ചൂടാറിയ മുട്ടയായിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് മുട്ടയുടെ ഉണ്ണി നമുക്ക് ഉടയാണ്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, 3 മുട്ടയും
ഇതേപോലെ മുറിച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ മുട്ട എടുത്ത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തു, ഒരു ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്തു. അപ്പോൾ ഒട്ടും ഈ എന്താ പറയുക ഇങ്ങനെ നൂല് പോലെ വരാൻ പാടില്ല, കറക്റ്റായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ മുട്ട ഉപയോഗിക്കാം. ഞാൻ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഒരു മുട്ടയുടെ ഡിഷ് ആയതുകൊണ്ട് മാത്രം ഞാൻ മൊത്തത്തിൽ മുട്ട എടുത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ അതൊരു കുഴിയുള്ള പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതായത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിവിടെ ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കൻ ഗാർഡൻ്റെയാണ്. പക്ഷേ ഞാൻ പറയാറുണ്ട് പല വീഡിയോസിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അതായത് എന്താ ചെയ്യേണ്ടത്, ബ്രെഡ് എടുക്കുക, നനവില്ലാത്ത മിക്സിയിലെ ഉള്ളിലോട്ട് ഇടുക, നന്നായി പൊടിച്ചെടുക്കുക, എന്നിട്ട് ഒരു കടായിലിട്ട് നന്നായി വറുത്തെടുക്കുക, പൂരപ്പൊടി വറക്കണ പോലെ. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ബ്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ റസ്ക് ഉണ്ടെങ്കിൽ റസ്ക് പൊടി ഉപയോഗിക്കാം. റസ്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ റസ്ക് പൊടിക്കുമ്പോൾ ജസ്റ്റ് പൊടിച്ചാൽ മതി, വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല സ്വീറ്റ് ആയിട്ടുള്ള റസ്ക് അവോയ്ഡ് ചെയ്യുക, ഒട്ടും മധുരമില്ലാത്ത റസ്ക് ആയിരിക്കും നല്ലത്. ഇപ്പം റസ്ക് പൊടി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ബ്രെഡ് ക്രംസ് ഏതായാലും കുഴപ്പമില്ല, നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല ചൂടാറിയതിന് ശേഷം മുക്കി അങ്ങ് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മസാലയിൽ നിന്ന് 12 പീസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കട്ട്ലേറ്റ്. അതുകൊണ്ട് ഞാൻ 12 ഉരുളകളായിട്ട് നമുക്ക് ആദ്യം തന്നെ ഉരുട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരേ സൈസുള്ള 12 ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉരുളകൾ എടുക്കുക, കൈ ജസ്റ്റ് ഒന്ന് വെറ്റാക്കുക, എന്നിട്ട് ഈ ഉരുളകൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. കൈ വറ്റാക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്കിത് ഉരുളകൾ താഴെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അത്യാവശ്യം പോയി എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഒരു എഗ്ഗിൻ്റെ പീസ് എടുക്കുക, ഇത് വെക്കുക, എന്നിട്ട് ഇതിനെ നമുക്ക് കവർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പാക്കി മാറ്റിയാൽ മതി. ആദ്യം നമ്മൾ വിചാരിക്കും പൊട്ടിപ്പോകുന്നു, പക്ഷേ ഇത് ഒട്ടിയിരുന്നോളും, കാരണം ഇത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോൻ്റെ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് പൊട്ടറ്റോ മാഷായി എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒട്ടിയിരിക്കില്ല. ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉന്നക്കായയുടെ ഷേപ്പ് പോലെയാണ്, കബാബ്സിൻ്റെ ഷേപ്പിലെ ഇവിടെ ഇച്ചിരി ഒന്ന് കൂർത്ത് ഉള്ള ഷേപ്പിലോട്ട് നമുക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും സീലായിട്ടുണ്ടെന്ന്, അതായത് എല്ലാ ഭാഗത്തും ഒട്ടിയിരിപ്പുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നോക്കുമ്പോൾ വിള്ളലുകൾ എന്ത് ചെയ്തിട്ട് മാറുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ കൈ വെറ്റാക്കുക. ഓക്കെ, കൈ വെറ്റാക്കി കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലോട്ട് എടുക്കുക. ഓവറായിട്ട് വെള്ളം പാടില്ല, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ വിള്ളലുകളൊക്കെ മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ടല്ലോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ മുട്ടേരെ ഇതിലോട്ടങ്ങ് റോൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തിട്ട് നമുക്കതങ്ങ് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. എപ്പോഴും ഏതും കട്ട്ലേറ്റ് ചെയ്യണ പോലെ തന്നെ പ്രൊസീജിയർ. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കങ്ങ് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഉരുട്ടിയിട്ട് ഒരുപാട് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവറായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്ത് പൊക്കോളും. അപ്പോൾ ബ്രെഡ് ക്രംസ് അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ബ്രെഡ് പൊടിച്ചിട്ട് ഇതിൽ കൂടെ മിക്സ് ചെയ്താലും മതിയാവും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മസാല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ശരിയാക്കി എടുക്കാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാട്ടോ, കൂടുതൽ ഫില്ലിങ് വലിയതായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഒരുപാട് വലിയ ഇതായിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമില്ല, അപ്പോൾ ചെറിയത് അളവിലാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ മുട്ട മുറിച്ചിട്ട് റൗണ്ട് ഷേപ്പിലും കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഒരു കബാബിൻ്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതാണ് കാണാൻ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു മുട്ടയാകുമ്പോൾ. നാളത്തെ ദിവസം പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഫില്ലിംഗ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചോളൂ. അതിനുശേഷം പിറ്റേ ദിവസം അങ്ങനെ ഇതിൽ മുക്കി പൊരിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി റെഡിയാക്കിയതിന് ശേഷം ഞാൻ ചെയ്ത പോലെ റോൾ ചെയ്ത് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് പൊരിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തോളൂ. അതേപോലെ എല്ലാതും ചെയ്യാം.
12 പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്രയും മുട്ട ബാക്കി വന്നു. അപ്പോൾ ഒരു മുട്ട തന്നെ എടുത്താൽ മതിയാവും കേട്ടോ. ഇതാ ഞാൻ 12 എണ്ണം ഇതുപോലെ ഉരുട്ടി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകത്തില്ല. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ, സാധാരണ രീതിയിൽ പൊട്ടില്ല. നമുക്കൊരു കടായി വെക്കുക. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് പോട്ടതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാനിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒരുപാട് ഒഴിക്കേണ്ട. ഈ കട്ട്ലേറ്റ് ഒരു അരഭാഗം മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കുഴിയുള്ള പാനിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എണ്ണയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. 2-3 ബാച്ചായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. എല്ലാം വലിയ പാത്രത്തിൽ കുറേ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്രയും എണ്ണ നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയേണ്ടി വരും. പിന്നെ ഇത് നമ്മൾ തിരിച്ച് റീയൂസ് ചെയ്യില്ല. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എണ്ണ കളയാറാണ് പതിവ്. ഞാൻ എണ്ണ മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് പതുക്കെ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ പകുതി മുങ്ങുന്ന രീതിയിൽ മതി എണ്ണ. ഒരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി കുക്ക് ചെയ്ത മസാലയാണ്. ഉള്ളിലുള്ള മുട്ടയാണെങ്കിലും ബോയിൽ ചെയ്തിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ എണ്ണയുടെ ചൂടാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എണ്ണയുടെ 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതങ്ങ് തിരിച്ചിടാം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഒരു വിള്ളൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ 2 ഭാഗത്തും എണ്ണയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കട്ട്ലേറ്റ് പൊട്ടില്ല. അപ്പോൾ അതൊന്ന് തിരിച്ചിടാം. ഇനി നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളർ ആവുന്ന സമയത്ത് അങ്ങ് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സമയം കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ 180 ഡിഗ്രിയിൽ വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഗോൾഡൻ കളർ ആവുമ്പോൾ എടുത്താൽ മതി. അഥവാ എണ്ണയിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ 2 സൈഡിലേക്കും തിരിച്ചു മറിച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് എടുക്കാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം നമുക്കതുപോലെ തന്നെ. കിച്ചൺ ടിഷ്യൂലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയാൽ മതി. നമ്മുടെ ലാസ്റ്റത്തെ ബാച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 എണ്ണം ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. വശം തന്നെ പൊട്ടുന്നവർക്ക് വേറൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്നറിയാമോ? എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എണ്ണ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ഇടുക. ഇട്ട് ഒരു 10 സെക്കൻഡ് ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിടുക. അപ്പോൾ 2 സൈഡിലും അതങ്ങ് സ്റ്റേൺ ആയിട്ടിരിക്കും. പിന്നെ അത് പൊട്ടില്ല എന്നാണ് പറയണത്. എനിക്കറിയില്ല. എനിക്ക് സാധാരണ രീതിയിൽ പൊട്ടാറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാച്ച് ഇട്ടിട്ട് പിന്നെ തോന്നുകയാണെങ്കിൽ അടുത്ത ബാച്ച് ഇടുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ലാസ്റ്റത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം. ഈ കട്ട്ലേറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് നല്ല ഒരു ഡാർക്ക് ഷെയ്ഡ് വേണം, ചിലർക്ക് ലൈറ്റ് ഗോൾഡൻ കളർ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കളറാണോ താല്പര്യം ആ കളർ എത്തുമ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്യുക എണ്ണയിൽ നിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. സ്വാദിഷ്ടമായ എഗ് കട്ട്ലേറ്റ് ചൂടാറിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ചെറിയൊരു പീസ് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വെറുതെ കഴിക്കാം, അതുപോലെ തന്നെ സോസ് മുക്കി കഴിക്കാം. ഷേപ്പൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ആയുഷ്, വാട്ട്സ് ഹാപ്പനിങ്? ഹെൽപ്പിംഗ് അമ്മ. ആയുഷാണോ പൂരി വരുത്തുന്നത്? ആരാണാവോ കഴിക്കാൻ പോകുന്നത്? ഹെൽപ്പർ അല്ല, ഹെൽപ്പർ. കുറച്ചും കൂടെ തിന്നാം. ഒന്നും കൂടെ പ്രസ് ചെയ്യും. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ചപ്പാത്തി പൂരി. നല്ല നൈസായി. ഗുഡ് ബോയ്. ഞാൻ ആ പൂരിയുടെ വിധി എന്താവുന്നോ? ഓ ദൈവമേ, പപ്പടം പോലെ പൂരി. ആയുഷ്, ഇതാണ് ഗ്രേറ്റ് ജോബ്. ഓക്കെ.